ഓണത്തുമ്പി പാടൂ ഓരോ രാഗം നീ. അങ്ങനെ ഇന്ന് തിരുവോണമായി. നാട്ടിലായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു. ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ ഓണത്തിന് പോകണമെന്ന് വിചാരിച്ചു. എന്ത് ചെയ്യാൻ, ലീവ് കിട്ടണ്ടേ? നമ്മുടെ ഓണസദ്യയൊക്കെ തന്നെ വിശന്നിട്ട് വേണ്ട. വീട്ടിൽ നിന്നല്ല, ഇത് കാണണ്ട. ഹായ് അമ്മേ, സുമംഗലേ, ആ കുട്ടികളെ എല്ലാവരും ഉണ്ടല്ലോ. എല്ലാവരും ഓണക്കോടിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. സന്തോഷം അമ്മേ. ഇവിടെ ഓണമുണ്ട്. ഞങ്ങൾ സദ്യയൊക്കെ ആക്കിയിട്ട് ഇപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ അമ്മ വിളിച്ചത്. അവിടെ പൂക്കളൊക്കെ ഇട്ടിട്ടില്ലേ? കാണിച്ചേ മക്കളെ. പൂക്കളം ഗംഭീരമാക്കിയിട്ടുണ്ടല്ലോ. കുറേ പൂക്കളൊക്കെ വാങ്ങിച്ചല്ലേ? നന്നായി. ഗംഭീരട്ടാ. പിന്നെ എന്താ സുമംഗലേ, നീ വിഷമിക്കണ്ട. അടുത്ത പ്രാവശ്യം ഞാൻ ഉറപ്പായിട്ട് വരും. അമ്മയും വിഷമിക്കണ്ട. ഇവിടെ ഓണാഘോഷമൊക്കെ ഉണ്ട്. പിന്നെ ഞാനിപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നേ ഇല്ലു. പ്രകാശ, എടോ, ഞാൻ ഇന്ന് ലീവ് കിട്ടാത്തതുകൊണ്ടല്ലേ വരാഞ്ഞേ. നീ ഇന്നെങ്കിലും നല്ല വർത്താനം പറ. അല്ല പിന്നെ പിന്നെ സദ്യയൊക്കെ ഒന്ന് കാണിച്ചേ. പുളിശ്ശേരി, എലിശ്ശേരി, പപ്പടം, പുളിയിഞ്ചി. എനിക്കെന്തിഷ്ടമാണ്. പിന്നെന്താ, പരിപ്പ് പ്രഥമൻ. ഞാൻ അങ്ങോട്ട് വരട്ടെ. സാറില്ല, നിങ്ങൾ ആഘോഷിക്കുന്നുണ്ടല്ലോ, ഞാൻ ഇവിടുന്ന് ആഘോഷിക്കുന്നുണ്ടല്ലോ. എല്ലാം അടിപൊളിയാക്കണം കേട്ടോ. മക്കളെ, അടിയൊന്നും കൂടല്ലേ. അമ്മ പറയുന്നത് കേൾക്കണം. ശരി അമ്മേ. ശരി പ്രകാശ, ശരി സുമംഗല, ശരി. എല്ലാവർക്കും അച്ഛൻ്റെ ഓണാശംസകൾ കേട്ടോ. അമ്മേ, എല്ലാവർക്കും ഓണാശംസകൾ. കാട്ടുപോയിക്കെന്ത് സംക്രാന്തി, വിഷു എന്ന് പറഞ്ഞു പോയി നമ്മുടെ കാര്യം. നമ്മുടെ ഓണസദ്യ ഇത് തന്നെ. അല്ല, എല്ലാ പ്രാവശ്യം ഓണത്തിന് നാട്ടിൽ പോകേണ്ടിയായിരിക്കും. എവിടെ ലീവ് കിട്ടാൻ. പിന്നെ ജോലി മതിയാക്കിയിട്ട് നാട്ടിൽ പോയാലോ. പൈസ തന്നെ വേണം. വേണം.